പറഞ്ഞില്ലേ മസാല ഇല്ലെന്ന്. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഹായ് ഹലോ. അപ്പോൾ രാവിലെ ഞാൻ ചായയായിട്ട് ടെറസിൻ്റെ മുണ്ടേക്ക് കയറിയിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല കേട്ടോ, താഴെ നല്ല ബഹളമാണ് പിള്ളേരെയൊക്കെ. അപ്പോൾ രാവിലെ ഒന്ന് സമാധാനമായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടിക്കാമെന്ന് കരുതിയാണ്. ഇപ്പോൾ അനിയത്തിയുടെ വീട്ടിലാണുള്ളത് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ ടെറസിൽ കയറുമ്പോൾ തന്നെ ലവലോലിക്ക മരവും നെല്ലിക്ക മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല വൈബ് അടിച്ച് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് അനിയത്തിയുടെ മോൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും സ്കൂൾ ബസ്സിലല്ലേ, അപ്പോൾ ഇന്നൊരു ദിവസം വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് നല്ല സന്തോഷമായി. അങ്ങനെ ഞാനും അനിയത്തിയും അവനും കൂടിയിട്ട് സ്കൂളിൽ പോവാണ് കേട്ടോ. സ്കൂളിൽ പോകുന്ന വഴി നല്ല സീനറി ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മുതിരപ്പുഴി പാലമാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതേ നമ്മൾ നേരെ സ്കൂളിലെത്തി അവനെ ആക്കിയിട്ട് നേരെ ഓരോ വെള്ളം കുടിക്കാൻ കയറിയിട്ട് നല്ല വെയിലായിരുന്നു. അങ്ങനെ വെള്ളവും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ജോലികളെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് നമുക്ക് കണവ ഫ്രൈയും ഒഴിച്ചെറിയും പിന്നെ ചമ്മന്തിയായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് വൈകിട്ടായപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി. അനിയത്തിരി വീട്ടിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബീച്ച് തന്നെയാണ് കേട്ടോ, പെരുമാതുറ ബീച്ച്. അവിടെ പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഒരു ദിവസം ഫുള്ള് കടലിൽ അങ്ങോട്ട് ഇറങ്ങും. കുറേ കളിക്കും കുളിക്കും, അങ്ങനെ ഒരു ദിവസമാണ് ഇന്നും. അപ്പോൾ കുറേ നേരം പട്ടമൊക്കെ പറത്തിയിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നോക്കി ഒരു ആമ ചെത്ത് കിടക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മക്കൾ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി. പിന്നെ മക്കളും ഞാനും അനിയത്തിമാരും എല്ലാം കൂടെ എൻ്റെ അമ്മ കടൽ ഇളക്കി മറിച്ചെന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ കുറേ കാലമായി നമ്മൾ ബീച്ചിലൊക്കെ ഇത്രയും കളിച്ചിട്ട്. വരണ വഴി ഞാൻ ജസ്റ്റ് ഒന്ന് ശംഖുമുഖത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നിന്ന് കുളിക്കാനൊക്കെ പറ്റിയത് ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ ഹസ്ബൻഡ് നല്ല മന്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അടിപൊളിയായിട്ടിരുന്ന് മന്തി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസം എന്ന് പറയുന്നത് വെച്ചാൽ എന്ത് പറയാനാ, ഒരു ഫ്രീ ആയിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഓക്കെ ആയിട്ടിരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.